മാനിഫെസ്റ്റേഷനിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന വേർഡ്സാണ് വൈബ്രേഷനും ഫ്രീക്വൻസിയും. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈബ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക, ഹാപ്പിനെസ് ഉണ്ടാകുക, ലവ് ഉണ്ടാകുക, വെറുതെയായിട്ട് ഫീൽ ചെയ്യാം. അതൊക്കെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. അതിനെ വൈബ്രേഷൻ എന്ന് പറയും. ബേസിക്കലി വൈബ്രേഷൻ എന്ന് പറയുമ്പം ഹൗ യു ആർ ഫീലിംഗ് അബൌട്ട് യുവർ സെൽഫ് ഇൻ ദാറ്റ് മൊമെൻറ്റ്. ഇനി ഇപ്പോൾ നിങ്ങൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇഫ് യു ഫീൽ അബണ്ടൻറ്റ്, then obviously lot of abundance will be drawn to you. ഇപ്പോൾ അൺവേർതി ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ലോട്ട് ഓഫ് റിജക്ഷൻ കംസ് ടു യു. ഇനി ഫ്രീക്വൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോമിനൻറ്റ് പാറ്റേൺ ആണ്. അതായത് ഏതൊരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് നിങ്ങൾ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി നിങ്ങളുടെ തോട്ട്സ് എന്താണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ഫ്രീക്വൻസി. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വൈബ്രേഷൻ. ബട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാണ് കോൺഫിഡൻസ്, അപ്പം അതൊരു ഫ്രീക്വൻസി ആകും. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു കോൺഫിഡൻസ് മോഡിൽ പോകുമ്പോഴത്തേക്ക് വി സ്റ്റാർട്ട് മാനിഫെസ്റ്റിംഗ് തിങ്സ് മച്ച് ഫാസ്റ്റർ. ഇനി ഫിയർ ഓർ ലാക്ക് അൺവർത്തി ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് വി ആർ സ്റ്റിൽ മാനിഫെസ്റ്റിംഗ്, ബട്ട് വി ആർ മാനിഫെസ്റ്റിംഗ് എ ബാഡ് റിയാലിറ്റി, അല്ലെങ്കിൽ ഒരു ലോ വൈബ്രേഷൻ റിയാലിറ്റി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ആ ഒരു ഫ്രീക്വൻസിയാണ് നിങ്ങൾ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അതേപോലത്തെ പീപ്പിളും അതേപോലത്തെ സിറ്റുവേഷൻസും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നെക്കൊണ്ട് എല്ലാം സാധിക്കും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഫ്രീക്വൻസി നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ദാറ്റ് അതേപോലത്തെ സിറ്റുവേഷൻസ്, അതായത് കോൺഫിഡൻസ് തോന്നിക്കാൻ പറ്റിയ സിറ്റുവേഷൻസും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ കൂടെ ഉണ്ടായിട്ട് വരും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് പെട്ടെന്ന് സാധിച്ചെടുക്കാനും പറ്റും. That is the difference between vibration and frequency.